കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചു, ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി വിളിച്ചു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു. കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ മലയാളിയായിട്ടുള്ള ജോർജ് കുര്യനെ വയനാട്ടിലേക്ക് അയച്ചു. എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് സൈന്യമാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ടും ഇത്തരം സാഹചര്യങ്ങളുണ്ടായിട്ടും സംസ്ഥാന സർക്കാരിനെയോ കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനൊന്നും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാരിനെ മുൻകൂട്ടി നിർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തുണ്ടായത്. അത്തരമൊരു ശ്രമമുണ്ടായ സമയത്താണ് ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഗൗരവമേറിയിട്ടുള്ള ചില കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അതിന് മറുപടി പറഞ്ഞപ്പോഴും ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞിട്ടുള്ളത്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, വന്ന കത്തിൽ വലിയ ഗൗരവം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മുന്നറിയിപ്പ് കിട്ടിയിരുന്നതിന് മുഖ്യമന്ത്രി ആ മുന്നറിയിപ്പ് ഗൗരവത്തോടുകൂടി എടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ തീവ്രത നമുക്ക് കുറക്കാൻ സാധിക്കുമായിരുന്നു. കുറേയേറെ ആളുകളെങ്കിലും മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അത്തരമൊരു സാഹചര്യമാണ് നഷ്ടപ്പെട്ടു പോയത്. ഇനിയെങ്കിലും ഇത്തരം മുന്നറിയിപ്പുകൾ വരുമ്പോൾ ഗൗരവത്തോടുകൂടി കാണാൻ, രാഷ്ട്രീയത്തിൻ്റെ ദുരഭിമാനം മാറ്റിവെച്ചുകൊണ്ട് ഗൗരവത്തോടുകൂടി കാണാൻ സർക്കാരുകൾ തയ്യാറാവണം. പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനത്തോടും സഹകരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ കാര്യത്തിൽ മുൻകൈയെടുക്കേണ്ടത്. കേന്ദ്ര സർക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ രാഷ്ട്രീയം പറയുന്ന സമയത്ത് തിരിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം അവരാണ് ഒഴിവാക്കേണ്ടത്. ഇല്ല, നേരത്തെ പ്രദേശവാസികളുടെ സംസാരിക്കപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രാദേശിക അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അവർ സ്വീകരിക്കുകയാണ്. ചുരുക്കം ചില ആളുകളെ തലേ ദിവസം മാറ്റി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പും ആളുകൾ നൽകിയിട്ടില്ല. സത്യമാണ്. അവിടുത്തെ പ്രദേശവാസികൾ പിറ്റേ ദിവസം തന്നെ പറഞ്ഞിരുന്നു അവർക്ക് യാതൊരു മുന്നറിയിപ്പില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ സ്വമേധയാ എടുത്തിട്ടുള്ള തീരുമാനമാണ് മാറുന്നുണ്ടായിരുന്നത്. അത് പ്രാദേശിക ഭരണകൂടമോ ഗവൺമെൻറ്റോ ഒന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ സംസ്ഥാന സർക്കാർ ലഭിച്ചിട്ടുള്ള മുന്നറിയിപ്പ് താഴോട്ട് പ്രാദേശിക ഭരണകൂടത്തെ കൊടുത്തിരുന്നെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിൽ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. നമുക്കത് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ അത് സംസാരിക്കേണ്ട സമയമല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട സന്ദർഭമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ ഏത് ഭാഗത്താണ് വീഴ്ചയുണ്ടായതെന്ന് പിന്നീട് പരിശോധിക്കുകയും അത് സംബന്ധിച്ച അഭിപ്രായം പറയേണ്ടതുമാണ്.